ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങൾ മുന്നിൽ കൊണ്ടുവരിക, പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് അതിനായിട്ട് ഞാനൊരു കാർഡ്, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് സോർഡ്സ്, 10 of swords, strength, the emperor, 8 of pentacles. Bottom of the deck വന്നിരിക്കുന്ന 5 of cups, page of cups, moon. Okay. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്നിരിക്കുന്നത് 10 ഓഫ് വാൺസ് ആണ്. അപ്പോൾ ഇതൊരു എൻഡിങ്ങിൻ്റെ കാർഡാണ്. നിങ്ങൾ കുറേ ഭാരങ്ങളൊക്കെ ചുമന്ന് അതായത് കുറച്ച് പേർക്ക് ജോലി ഭാരമായിരിക്കാം, കുറേ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും അങ്ങനെ അത്രയും കഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും കുറച്ച് പേര് കുറേ സങ്കടം, പ്രശ്നം, വേദന ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആ ഭാരം ചുമന്ന് നിങ്ങളെല്ലാം സ്പെൻഡ് ചെയ്ത് എല്ലാ എഫേർട്ടും എടുത്ത് നിങ്ങൾക്ക് മതിയായി, ആ ഭാരം ഒന്ന് ഇറക്കി വെച്ചാൽ മതിയായി, അങ്ങനൊരു കണ്ടീഷനിലാണ് നിങ്ങൾക്ക് നിൽക്കുന്നത്. പിന്നെ കുറച്ച് പേർക്കൊക്കെ ആ ജോലി ഭാരം അവർ തന്നെ സ്വയം എല്ലാ ജോലിയും ഒറ്റയ്ക്ക് അവർ തന്നെ ഞാൻ ചെയ്താലേ ശരിയാവും എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്ത് വെച്ച് ചെയ്യുന്നവരും ഉണ്ടാവാം. കുറച്ച് പേര് അതായിരിക്കും അവർക്ക് മതിയാവും. അങ്ങനെ ചെയ്ത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമ്മൾ തളർന്നു പോകും. അപ്പോൾ നിങ്ങൾ സ്വയം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമെന്നില്ല, ആരുടെയെങ്കിലുമൊക്കെ ഹെൽപ്പ് ചോദിക്കാം, കൂടെയുള്ളവരെ കൂട്ടാം, അങ്ങനെയും ചെയ്യാം ജോലി ഭാരമാണെങ്കിൽ. എന്നാൽ നമ്മൾ കുറേ സ്ട്രഗിൾസും വേദനയും അനുഭവിക്കുമ്പോൾ അതെല്ലാം ഇറക്കി വെച്ച് നിങ്ങൾക്കതെല്ലാം അവസാനിക്കാറായി എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കം, അതായത് നമ്മൾ ഒരു എൻഡിങ്സിനെയാണ് കുറിക്കുന്നത്. കുറച്ച് പേർക്കൊക്കെ ഈ റിലേഷൻഷിപ്പിൻ്റെ ആ പ്രശ്നങ്ങളെല്ലാം എൻഡ് ആകുന്നതായിരിക്കാം. കുറച്ച് പേർക്കൊക്കെ ആ റിലേഷൻഷിപ്പ് എൻഡായിട്ട് പുതിയൊരു തുടക്കം വരുന്നതായിരിക്കും. ഇവിടെ പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പുതിയ തുടക്കമായിരിക്കും, അല്ലെങ്കിൽ പുതിയ വ്യക്തികളായിരിക്കും, ഒരുപാട് സ്നേഹം നൽകുന്ന പുതിയ വ്യക്തികൾ. ചില കാര്യങ്ങൾ നമ്മുടെ ഒരു അത്രയും ടോക്സിക് ആയിട്ടിരിക്കുന്ന എൻഡ് ആകുമ്പോഴാണ് നമ്മുടെ ലൈഫിലേക്ക് പുതിയ ഒന്നിനെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. പുതിയ ഒന്നിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു സ്പേസ് വേണം, അതിനും കൂടെ ഒരു എൻഡിങ് വരാം. അതുമല്ലെങ്കിൽ കുറച്ച് പേർക്കൊക്കെ അവരുടെ ഇത്രയും അനുഭവിച്ച സ്ട്രഗിൾസ് എല്ലാം, ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അതെല്ലാം മാറി പുതിയൊരു തുടക്കം വരുന്നതായിരിക്കും. കാരണം ഇവിടെയും 10 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. 10 ഓഫ് സോർഡ്സും പറയുന്നത് ഒരു എൻഡിങ്ങിൻ്റെ കാർഡാണ്. ഈ 10 ഓഫ് വാൺസും പറയുന്നത് ഒരു എൻഡിങ് ആണ്. അത് എൻഡിങ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂ ബിഗിനിങ്സ് ആണ്. സോ നിങ്ങളുടെ ആ സ്ട്രഗിൾസ് എല്ലാം അതെല്ലാം അവസാനിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം വരുന്നതായിരിക്കാം. ആ ബന്ധത്തിൽ തന്നെ ആയിരിക്കും. അതും അല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം. ഇവിടെ വന്നിരിക്കുന്നത് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ അവരൊന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളോടൊന്നും തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നില്ല, അവരുടെ ഉള്ളിൽ ഉള്ളതൊന്നും അവർ തുറന്ന് പറയുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസിന് അവരുടെ മൈൻഡിൽ എന്താണുള്ളത് അത് തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ സ്നേഹമായിരിക്കാം എക്സ്പ്രസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നിങ്ങളെ അത്രയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങളെ സ്ട്രഗിൾസിലാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേർക്കൊക്കെ ഇവർ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അവർ പറയുന്നത് തന്നെ ശരി, അവർ പറയുന്നത് തന്നെ ചെയ്യണം, അങ്ങനെ ഒരു ഡോമിനേറ്റിംഗ്, അങ്ങനെ ഒരു നേച്ചർ, കൺട്രോൾ ചെയ്യുന്ന നേച്ചറായിരിക്കും കുറച്ച് പേർ. നെക്സ്റ്റ് 3 ഓഫ് സോർഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്കിംഗ് വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഇത്രയും സ്ട്രഗിൾസിലൂടെ ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ ഈ ഭാരങ്ങളെല്ലാം ചുമന്ന് പോകുമ്പോൾ നമുക്കതൊരു ഹൃദയവേദനയാണ്, ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആണ് നമുക്കുണ്ടാകുന്നത്. പിന്നെ കുറച്ച് പേർക്കൊക്കെ മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടൽ നിങ്ങളുടെ ലൈഫിലുണ്ട്. അതിപ്പോൾ ആരാവാം, തേർഡ് പാർട്ടീസ് ആവാം, കുറച്ച് പേർക്ക് പാരൻസ് ആവാം, ഫാമിലി ആവാം, റിലേറ്റീവ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, ആരുമാവാം. അത് കാരണം നിങ്ങളുടെ ലൈഫിൽ കുറേ സ്ട്രഗിൾസും പ്രശ്നങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവാം. അത് നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ മനസ്സിനെയും ബാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ആൾറെഡി പറഞ്ഞതുപോലെ 10 ഓഫ് സോർഡ്സും പറയുന്നത് ഒരു എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് ആണ്. കുറച്ച് പേർക്ക് ഈ ലൈഫിൽ തന്നെ ന്യൂ ബിഗിനിങ്സ് വരാൻ പോകുന്നു. ഇത്രയും ദിവസം നിങ്ങളോട് ഒരു ശരിക്കുള്ള കമ്മ്യൂണിക്കേഷനോ പ്രോപ്പർ കമ്മിറ്റ്മെൻറ്റോ തരാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ന്യൂ ബിഗിനിങ്സ് വരും. അവർ കമ്മിറ്റ്മെൻറ്റ് തന്ന് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ബന്ധത്തെ ബാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്നില്ല. അവർ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാത്തതാണ് നിങ്ങളുടെ ബന്ധത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ മൂന്നാമതൊരു വ്യക്തിയുടെ കാരണത്തിൽ നിങ്ങളെ ചൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാത്തതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനോ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അത് പലർക്കും പല രീതിയിലായിരിക്കും. അങ്ങനെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാനുള്ള സ്ട്രെങ്ത് അവർ കാണിക്കുന്നില്ല. അതാണ് നിങ്ങളുടെ ബന്ധത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ആത്മവിശ്വാസം അവർക്കില്ല. ആ ആത്മവിശ്വാസം ഇല്ലാത്തതാണ് നിങ്ങളുടെ ബന്ധത്തെ ഇപ്പോൾ ബാധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് എംപറർ കാർഡാണ്. അവർ ഒരു ഫാമിലിയായിട്ട് നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകണം, അങ്ങനെയൊക്കെ തന്നെയാണ് അവരുടെ ആഗ്രഹം. അവർ കമ്മിറ്റ്മെൻറ്റ് തന്ന് നിൽക്കണം, റെസ്പോൺസിബിൾ ആയിട്ട് നിൽക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ
അവർ കുറച്ച് ഈഗോ കാണിക്കുന്നു. അവരൊന്നും തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അവരുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ പോലും, നിങ്ങളോട് സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരൊന്നും തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നില്ല. മനസ്സിലുള്ളതൊന്നും പറയുന്നില്ല. ഇവിടെയും കാണുന്നത് 4 ഓഫ് പെൻറ്റക്കിൾസ്. അവിടെയും അവർ ഹോൾഡ് ബാക്ക് ചെയ്യുന്നു. അവർ കൺട്രോൾ ചെയ്തെല്ലാം വച്ചിരിക്കുന്നു. അവർ ഈഗോ കാണിക്കുന്നു. അല്ലാതെ അവർ കമ്മിറ്റ്മെൻറ്റ് തരണമെന്നൊക്കെ അവർക്കുള്ളിലുണ്ട്. അവരൊരു ന്യൂ ബിഗിനിങ്സും ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. 10 ഓഫ് സോർട്സ് വന്നിരിക്കുമ്പോൾ അവിടെ ഒരു എൻഡിങ് ഇതെല്ലാം ഒന്ന് അവസാനിപ്പിച്ചിട്ട് പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അവർ ഈ ബന്ധത്തിൽ എഫർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള എഫർട്ട് ഇടണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇന്ന് കുറച്ച് പേരൊക്കെ നല്ല ജോലിയിലായാലും നല്ല എഫർട്ട്, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന 5 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഇതെല്ലാം ചിന്തിച്ചു കൂട്ടിയും മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടലും അതെല്ലാം ചിന്തിച്ചും ഇത്രയും സ്ട്രഗിൾസിലൂടെ കടന്നു പോയതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ മുമ്പിൽ ഒരു പ്രതീക്ഷയില്ല. ഈ ബന്ധം ഇനി എന്താവും, എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്, ഇത് ശരിയാവോ, ഇതിനി എന്താവും, ഈ ബന്ധത്തിൻ്റെ ഫ്യൂച്ചർ എന്താണ്, ഇങ്ങനെയൊക്കെ ഓർത്ത് നിങ്ങൾ വളരെ ദുഃഖത്തിലാണ് നിങ്ങൾ. കാരണം ഇവിടെ കപ്സൊക്കെ കാണും, മുമ്പിൽ ഒരു പ്രതീക്ഷയില്ല നിങ്ങൾക്ക്. പിന്നെ ഇവിടെ മൂൺ കാർഡും വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സിലും ഡിപ്രഷനിലും ഒക്കെയാണ്. കാരണം നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നുണ്ട്, ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ബോട്ടം പേജ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരും. ഒരുപാട് കപ്സ് എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ കാർഡാണ്. ആക്കുന്നുണ്ട് നിങ്ങൾ ഒരു മാരേജ് പ്രോപ്പർട്ടി ആയിട്ട് മാരേജ് ചെയ്യണം. മാരേജ് ആവാത്തവർക്കാണെങ്കിൽ മാരേജ് ചെയ്യണം. മാരേജ് ആയവർക്കാണെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തന്ന് നിൽക്കണമെന്നൊക്കെ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. സോ അവർ ഒരു ന്യൂ ബിഗിനിങ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി അവരൊരു ആക്ഷൻ എടുക്കും. പിന്നെ മാരേജൊക്കെ ആയവർക്കാണെങ്കിൽ അവരൊരു കമ്മിറ്റ്മെൻറ്റ്, ഇനി അവർ കമ്മിറ്റ്മെൻറ്റ് തന്ന് ഒരു പുതിയ തുടക്കം വരണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. കുറച്ച് പേർക്കൊക്കെ ഒരു പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കും. അത്രയും സ്നേഹവും നിങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിൽ നല്ല പ്രോപ്പറായിട്ട് നിങ്ങളോട് നിൽക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കും. ഇനി ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് നോക്കാം. കോംപ്രമൈസ്, ഓക്കേ. Peaceful resolution, wow. Big happy changes, wow. അപ്പോൾ ഇവിടെ കോംപ്രമൈസ് കാർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കുറേ സ്ട്രഗിൾസും കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെയും ആർക്കും അതൊരു വ്യക്തിയുടെ ഇടപെടൽ കാരണം നിങ്ങളുടെ ഇടയിലൊരു സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കോംപ്രമൈസ് വരും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ്. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ നടന്ന പല ചാലഞ്ചസിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു അവസാനം വരും എന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഹാപ്പി ഹാർമണി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അടുത്ത് വന്നിരിക്കുന്ന ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ചേഞ്ചസ് തന്നെ വരും. ഇവിടെ നമ്മൾ ആൾറെഡി കണ്ട ഒരു ന്യൂ ബിഗിനിങ്സ് എന്ന് വരുമെന്ന്. സോ അങ്ങനെയുള്ള ഹാപ്പി മാറ്റങ്ങൾ, വലിയ സന്തോഷമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.